ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്ബിറ്റ് പ്രസിന്റെ മറ്റൊരു നോളജ് ഷെയറിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഓർഡിനോ ഫംഗ്ഷനുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓർഡിനോ ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അത് എങ്ങനെ യൂസ് ചെയ്യാമെന്നും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ ഓർഡിനോ സ്ട്രിങ്ങുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരു സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറുകളോ അല്ലെങ്കിൽ ടെക്സ്റ്റുകളോ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു LCD മോണിറ്ററിൽ ഔട്ട്പുട്ട് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ സീരിയൽ മോണിറ്ററിൽ പ്രിന്റ് ചെയ്യുന്നതിനോ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഓർഡിനോ പ്രോഗ്രാമിൽ നമ്മൾ രണ്ട് രീതിയിലാണ് സ്ട്രിംഗ് യൂസ് ചെയ്യുന്നത്. അത് അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആയും അതുപോലെ ഓർഡിനോ സ്ട്രിംഗ് അഥവാ സ്ട്രിംഗ് ഒബ്ജക്റ്റ് ആയും ആണ് യൂസ് ചെയ്യുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു സ്ട്രിംഗ് എന്താണെന്ന് പറഞ്ഞല്ലോ. ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിംഗ് യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു അറേ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ക്യാരക്ടർ ടൈപ്പ് ഡേറ്റകളുടെ ഒരു ഗ്രൂപ്പ് ആണ് നമ്മൾ സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഇനി സ്ട്രിംഗ് ക്യാരക്ടർ അറേ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ട്രിംഗ് ക്യാരക്ടർ അറേ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഡേറ്റ ടൈപ്പുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആണ് സ്ട്രിംഗ് ക്യാരക്ടർ അറേ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു അറേ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ക്യാരക്ടർ ഡേറ്റ ടൈപ്പുകളായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്ട്രിങ്ങിന്റെ അവസാനം വരുന്ന എലമെന്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രിംഗ് ഹെലോ എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ആണെങ്കിൽ അതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് 0 ആയിരിക്കണം. അതിന് നമ്മൾ നൾ ടെർമിനേറ്റിംഗ് സ്ട്രിംഗ് എന്നാണ് പറയുന്നത്. ടെർമിനേറ്റഡ് സ്ട്രിംഗ്, അതായത് ഒരു സ്ട്രിംഗ് എവിടെയാണ് എൻഡ് ചെയ്യുന്നത് എന്ന് പ്രോഗ്രാമിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 0 ഉപയോഗിക്കുന്നത്. സ്ട്രിംഗ് ക്യാരക്ടർ അറേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം ഹെലോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു വേർഡ് സീരിയൽ മോണിറ്ററിൽ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കോഡാണ്. my_str എന്ന് പറയുന്ന ഒരു നെയിമാണ് നമ്മൾ സ്ട്രിങ്ങിന് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ക്യാരക്ടർ എന്ന ഡാറ്റ ടൈപ്പ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതിനുശേഷം നമുക്ക് സീരിയൽ ബിഗിൻ വെച്ച് സീരിയൽ മോണിറ്ററിന്റെ ബോർഡ് റേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഓരോ എലമെന്റ്സ്, അതായത് ഓരോ ലെറ്റേഴ്സും നമ്മൾ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങിന്റെ, അതായത് സ്ട്രിംഗ് ക്യാരക്ടറിന്റെ ഓരോ ഇൻഡെക്സിലേക്ക് നമ്മൾ ഓരോ ക്യാരക്ടർ ലോഡ് ചെയ്യുകയാണ്. അതിനു വേണ്ടിയാണ് ഓരോ ഇൻഡെക്സിലും HELLO എന്നിങ്ങനെ ഓരോ ഇൻഡെക്സിലും സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ടെർമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 0 ഒരു എലമെന്റിലേക്ക്, അതായത് അവസാന എലമെന്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്ട്രിങ് എൻഡായി, അതായത് ആ സ്ട്രിങ് ടെർമിനേറ്റ് ആയി എന്ന് പ്രോഗ്രാമിന് മനസ്സിലാകത്തുള്ളൂ. അതിനുശേഷം നമുക്ക് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി, ഇത് സീരിയൽ മോണിറ്ററിലെ ഔട്ട്പുട്ട് കാണുന്നതിന് വേണ്ടി സീരിയൽ പ്രിന്റ് ലൈൻ എന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. എക്സാമ്പിളിൽ കണ്ടിരിക്കുന്ന പോലെ നമുക്ക് പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഓർഡിനോ ID ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അതേ കോഡ് അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്ത് സേവ് ചെയ്ത ശേഷം നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈലിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓർഡിനോ കണക്ട് ചെയ്തിട്ട് പോർട്ടും ബോർഡും ഒന്ന് സെറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്ലോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സീരിയൽ മോണിറ്ററിലെ ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഹെലോ എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു എക്സാമ്പിളിൽ ഓരോ ക്യാരക്ടേഴ്സ് ലോഡ് ചെയ്യുന്നതിന് പകരം my_str എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിലേക്ക് ഹെലോ എന്ന് പറയുന്ന വേർഡ് മുഴുവനായി നമുക്ക് ഒറ്റയടിക്ക് സ്റ്റോർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ സ്റ്റോർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി സ്ട്രിങ്ങിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നൾ ടെർമിനേറ്റ്സ്, അതായത് 0 എന്ന് പറയുന്ന 0 നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇട്ട് കൊടുക്കുകയും ചെയ്യും. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹെലോ എന്ന് പറയുന്ന ഒരു വേർഡിൽ നമുക്ക് വരുന്നത് 5 ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ 6th എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ഓട്ടോമാറ്റിക്കലി 0 ഇത് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് പ്രോഗ്രാം എങ്ങനെയാണ് ഹെലോ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കോഡ് അതേപോലെ തന്നെ കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്ത് സേവ് ചെയ്ത് കമ്പൈൽ ചെയ്ത് കോഡ് അപ്ലോഡ് ചെയ്യാണ്. സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്ത് നോക്കാം. അതിലും അതുപോലെ തന്നെ ഹെലോ എന്ന് പറഞ്ഞ്
ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.